ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള സിംഗുലർ സബ്ജക്റ്റ് വരുന്ന സെന്റൻസിൽ നിന്നും എങ്ങനെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? സ്ഥിരമായി ചെയ്യുന്ന പ്രവർത്തികൾ പറയാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതിന്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആറ്, ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി വെർബോ പ്ലസ് വെർബ് പ്ലസ് ING, വെർബിന്റെ ING ഫോം പ്ലസ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ്. ഇതാണ് എന്ത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ. ഇതിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ എന്ന സബ്ജക്റ്റിനോട് കൂടി മാത്രമേ ആം ഉപയോഗിക്കുള്ളൂ. ഈസ് എന്നുള്ള ഓക്സിലറി വെർബ് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയുമാണ് ഉപയോഗിക്കുന്നത്. ആറ് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയുമാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലേ? പിന്നീട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്നുള്ള ഒരു സെന്റൻസിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു സെന്റൻസിനെ ഇവിടെ നോക്കൂ നിങ്ങൾ, ഹി എന്ന സബ്ജക്റ്റ് വന്നു, പിന്നീട് ഈസ് എന്ന ഹെൽപ്പിംഗ് വെർബ് വന്നു, പ്ലേ എന്നുള്ള വെർബിന്റെ ING ഫോം, ഒബ്ജക്റ്റ് എന്താണ്? ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്നുള്ള ഈ ഒരു സെന്റൻസിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലേ? എങ്ങനെ നെഗറ്റീവ് ആക്കാം? ഈസിനോട് കൂടി നോട്ട് ചേർക്കുക. ഹി ഈസ് നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാലോ അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയല്ല എന്നുള്ളതുമാണ്. ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് ഈസ് നോട്ടിനെ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് ഈസിന്റ് എന്ന് എഴുതി പഠിച്ചിട്ടുണ്ടല്ലേ? ഹി ഈസിന്റ് പ്ലേയിങ് ക്രിക്കറ്റ്, അവന് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെന്റൻസിൽ നിന്നും എങ്ങനെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്നുള്ള ഈ സെന്റൻസിൽ നിന്നും എങ്ങനെ നമുക്ക് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? ഇവിടെ ഈസ് എന്ന ഹെൽപ്പിംഗ് വെർബിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക, എന്നിട്ടോ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഇത്ര ചെയ്താൽ എന്തായി? ക്വസ്റ്റ്യൻ ആയി, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആയി. അപ്പൊ ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൽ നിന്ന് ഈസ് ഹി പ്ലേയിങ് ക്രിക്കറ്റ്, ഈസ് ഹി പ്ലേയിങ് ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളതായി. ഈസിനെ നമ്മൾ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നു അല്ലെ? ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈസ് ഹി പ്ലേയിങ് ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, അടുത്ത് നോക്കൂ, ഷീ ഈസ് ഡാൻസിങ്. ഷീ ഈസ് ഡാൻസിങ് എന്ന് പറഞ്ഞാൽ അവൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നമുക്ക് ഈ ഒരു സെന്റൻസിൽ നിന്നും ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? ആ ഈസ് എന്ന ഹെൽപ്പിംഗ് വെർബിനെ നമ്മൾ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നാൽ മതി. ഈസ് ഷീ ഡാൻസിങ്, എന്നിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഷീ ഈസ് ഡാൻസിങ്, അവൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈസ് ഷീ ഡാൻസിങ്, അവൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണോ? അടുത്ത് നോക്കൂ, നിബു ഈസ് സ്റ്റഡിങ് ഇംഗ്ലീഷ്. നിബു ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിബു ഈസ് സ്റ്റഡിങ് ഇംഗ്ലീഷ്. ഇതിൽ നിന്നും എങ്ങനെ നമുക്ക് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? ഈസ് എന്ന ഹെൽപ്പിംഗ് വെർബിനെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നാൽ മതി. ഈസ് നിബു സ്റ്റഡിങ് ഇംഗ്ലീഷ്, നിബു ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആയില്ലേ? എന്താ ചെയ്തത്? ഈസിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നു. നിബു ഈസ് സ്റ്റഡിങ് ഇംഗ്ലീഷ്, നിബു ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈസ് നിബു സ്റ്റഡിങ് ഇംഗ്ലീഷ്, നിബു ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? അടുത്ത് നോക്കൂ, ദ കാറ്റ് ഈസ് ഈറ്റിംഗ് ഫിഷ്. ദ കാറ്റ് ഈസ് ഈറ്റിംഗ് ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂച്ച മീൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ദ കാറ്റ് ഈസ് ഈറ്റിംഗ് ഫിഷ്. ഇതിൽ നിന്നും എങ്ങനെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? ഈസ് എന്ന ഹെൽപ്പിംഗ് വെർബിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക. ഈസ് ദ കാറ്റ് ഈറ്റിംഗ് ഫിഷ്, ഈസ് ദ കാറ്റ് ഈറ്റിംഗ് ഫിഷ്, ഈസ് ദ കാറ്റ് ഈറ്റിംഗ് ഫിഷ്. ഇങ്ങനെയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സിംഗുലർ സബ്ജക്റ്റ് വരുന്ന സെന്റൻസിൽ നിന്നും പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, താങ്ക് യു.